ദുനിയാവും ആഖിറവും നിനക്ക് സ്വന്തമായി കിട്ടുന്ന ഒരു 2 സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആ യാത്രയിലാണ് ആ സൂറത്തിന്റെ മഹത്വത്തെ പറഞ്ഞു കൊടുത്തത്. ഉഖ്ബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഹബീബല്ലാഹ്, അവിടുന്ന് പറയൂ നബിയേ, കടുക്കോടുകാരി ചിന്തിക്കണ്ട, അത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത സൂറത്തല്ല, നിങ്ങൾക്ക് ഓതാൻ അറിയാത്ത സൂറത്തല്ല, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത സൂറത്തല്ല. ഈ വന്നിരിക്കുന്ന നിങ്ങളിൽ മുഴുവൻ ആളുകൾക്കും മനപ്പാഠമുള്ള സൂറത്ത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ പരിഗണിക്കുന്നില്ല. ഉഖ്ബ റളിയല്ലാഹു അൻഹു പരിഗണിച്ചതുപോലെ, മാണിക്യമുത്ത് പരിഗണിച്ചതുപോലെ നിങ്ങൾ പരിഗണിക്കുന്നില്ല. ഏതാടാ സൂറത്ത് നബിയേ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹു തരുന്നതിൽ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക, പൊരുത്തപ്പെടുക. അതിനൊരു ദുആ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ ഉണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ചൊല്ലണേ, നിങ്ങൾ പാരായണം ചെയ്യണേ. ഈ ദുആ നല്ലതാണ്. അല്ലാഹു തന്ന ദുനിയാവിൽ കുറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെടാൻ നല്ലതാണ്. ഇബാദത്തിന് താല്പര്യമുണ്ടാവാ നല്ലതാണ്. ഈമാനിനെ മൂർച്ച കൂട്ടാൻ നല്ലതാണ്. തഖ്വയുടെ ശക്തി കൂട്ടാൻ നല്ലതാണ്. എത്ര ആളുകൾക്ക് മരണം സംഭവിച്ചിട്ട്, കുടുംബത്തിൽ നിന്നൊരു മരണം സംഭവിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ പോയിട്ടുണ്ട്. 4 മക്കൾ മരണപ്പെട്ട ഒരാളുണ്ട് കൊല്ലം ജില്ലയിൽ. 4 മക്കളെയാണ് ഉമ്മ പ്രസവിച്ചോളൂ. ഇനി അവർക്ക് പ്രസവിക്കാൻ പറ്റൂല. 4 മക്കളും മരണപ്പെട്ടു. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു മോനില്ലേ, ഒരു മോളില്ലേ, നമ്മൾ പൊരുത്തപ്പെടുന്നില്ലല്ലോ. നമുക്ക് അള്ളാഹു തന്നതിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലല്ലോ. ഒരു ചെറിയ ബിസിനസ്. ഇപ്പൊ ഇന്നലെ ഞാൻ പ്രസംഗിക്കാൻ പോയ സ്ഥലത്തിൽ അജ്മി പുട്ടുപൊടിയുടെ ഏജൻസി എടുത്ത് ജീവിക്കുന്ന ഒരു സഹോദരൻ, ഫിറോസ് ഖാൻ എന്ന പേര്, നമ്മുടെ റഹ്മാനിയ കോളേജിന് മാസത്തിൽ പുട്ടുപൊടി കൊടുക്കുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ ഖുത്ബയോദിയ ബഹുമാനായ അൻവർ ബാക്കി ഉസ്താദാണ് എൻ്റെ ഉസ്താദ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞാനും കൂടി നടത്തുന്ന കോളേജിൽ ഞാൻ അവിടെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു, 13 വർഷമായിട്ട് ആ ബിസിനസ് നടത്താണ്. 2 വണ്ടി, ഒരു ചെറിയ മേഖല, നല്ല ബറക്കത്താണ് ഉസ്താദ്. ആ കുറച്ച് പുട്ടുപൊടി, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആ കടകളിൽ കൊണ്ട് കൊടുക്കുക, അതിൻ്റെ ലാഭം കണക്ക് നോക്കുക, 3-4 സ്റ്റാഫൊക്കെ ശമ്പളം കൊടുക്കുക, വീട്ടുകാര്യം നോക്കുക, ഭംഗിയായി പള്ളിക്കാരും മദ്രസക്കാരും നോക്കി സുന്ദരമായിട്ട് ജീവിക്കുന്നു. നമുക്കത് പോരല്ലോ, നമുക്ക് 5 ലക്ഷം രൂപ തന്നാൽ നിങ്ങൾക്ക് എല്ലാ മാസവും 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ അപ്പോഴേ നമ്മളെല്ലാം വലിച്ച് പറിച്ച് ഭർത്താവിൻ്റെ കൊടുത്ത് കൊണ്ട് കൊടുക്കാൻ പറയും, കൊണ്ട് കൊടുക്കും. എന്നിട്ട് അസ്മാഉൽ ഹുസ്നയെ കാണാനില്ല, മുതലാളിയെ കാണാനില്ല, എല്ലാം പോയി. എത്ര കൊണ്ട് കൊടുത്തത്? വല്ല കണക്കുണ്ടോ? ഓ, എന്തൊരു ചാട്ടാണ്, സമരം വിളി, നിരാഹാരം, മാങ്ങാത്തുലി കേട്ടോ, കൊണ്ട് കൊടുക്കും. ഇനിയും ഒരുത്തം വരട്ടെ, അവിടെയും കൊടുക്കും. ഈ കൊടുത്തവരെന്നെ ഇനിയും കൊടുക്കും. മനുഷ്യന്റെ അവസ്ഥ ഏതായിപ്പോയി. കഷ്ടപ്പെടാൻ വയ്യല്ലോ. ഫ്രീ ആയിട്ട് കിട്ടിയാൽ ഒന്നാം തീയതി നാളെ ഒന്നാം തീയതി ഇങ്ങനെ വായും തുറന്ന് നാളെ 1-ാം തീയതി നക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഇപ്പൊ എന്തായി? ഇങ്ങനെ കഷ്ടപ്പെടാതെ കിട്ടണം. എവിടെയെങ്കിലും കൊടുക്കുക, വെറുതെ ഇരിക്കുക. 20 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ 1 ലക്ഷം വെച്ച് ആദ്യം 5 മാസം തരും, പിന്നെ ഒറ്റ മുങ്ങും. ഇങ്ങനെ തന്നെ എവിടെയും നിങ്ങൾ നോക്ക്. ഒരുപാട് ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ കൂട്ടു ബിസിനസ്സുകാരെയും പാർട്ണർഷിപ്പ് കച്ചവടക്കാരെയും ഞാൻ ആക്ഷേപിക്കുന്നതല്ല. ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്, പരിഹസിക്കുന്നതല്ല. പക്ഷെ നമ്മളെ കൊണ്ട് ഓടുന്നത് എന്തിനാണ്? വലിയ സ്വപ്നം എന്തിനാ നമ്മൾ കാണുന്നു? ലോകം തീരാറായില്ലേ? ഇനി ഏത് കാലം വരെ നമ്മൾ സ്വപ്നം കാണും? 10 വർഷം കഴിഞ്ഞാൽ, 15 വർഷം കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആവും, ഞാൻ ഇങ്ങനെ ആവും. ഏത് 15 വർഷം? ഏത് 10 വർഷം? ചെറിയ വേദന വരുന്നു, ഭർത്താവിനെ കുലുക്കി വിളിക്കുന്നു, ഭാര്യ അനങ്ങുന്നില്ല, സൈലന്റ് അറ്റാക്ക്. ഏത് 15 വർഷം? ഉറങ്ങാൻ കിടന്ന മോൻ എഴുന്നേക്കുന്നില്ല. ഏത് 10 വർഷം? നമ്മൾ ആർക്ക് വേണ്ടിയാണ്? മാന്യമായി ഹലാലായത് ഉണ്ടാക്കി മക്കൾക്കും കൊടുത്ത് സന്തോഷത്തോടെ ജീവിച്ചു. ദുനിയാവിലും കണക്ക് വേണ്ട, ആഖിറത്തിലും കണക്ക് വേണ്ട. ഉള്ളതുപോലെ പോട്ടെ, അൽഹംദുലില്ലാ, ഉള്ളതുപോലെ പോട്ടെ. ഞാൻ സ്നേഹസാഗരവും റഹ്മാനിയ കോളേജും ഇല്ലെങ്കിൽ എൻ്റെ അത്ര പണമുള്ള ഒരാൾ തിരുവനന്തപുരം ജില്ലയിലുണ്ടാവും. നിങ്ങൾ ആലോചിച്ചു, എത്ര പണമാണ് പ്രിയപ്പെട്ടവരെ സ്നേഹസാഗരത്തിനും കോളേജിനും വേണ്ടിയിട്ട് പൊടിക്കുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നത്. അതെന്തുകൊണ്ടെന്നറിയോ? ഞാൻ നിങ്ങളോട് പറയാണ്, ഉസ്താദുമാരോട് പറയാണ്, എൻ്റെ മുമ്പിലിരിക്കുന്നവരോട് പറയാണ്, നമുക്ക് മരണമുണ്ട്, നമുക്ക് ഖബറുണ്ട്. നമ്മുടെ കൂടെ മക്കൾ വരൂല, ആരും വരൂല. നമ്മൾ ചെയ്തതാണ് നമ്മുടെ ഖബറിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് എന്തേലും ചെയ്തു. ഉണ്ടാക്കി വെച്ചത് നിങ്ങൾക്ക് പള്ളി കൊടുത്ത് മക്കൾ പ്രതിഫലം വാങ്ങുമെന്നുള്ള സ്വപ്നമൊന്നും വേണ്ട. ചെറിയൊരു പ്രതീക്ഷ വെക്കാമെന്നല്ലാതെ ഉറപ്പില്ല. ഏത് മക്കളാണ് പണം വാപ്പാക്ക് വേണ്ടി വെറുതെ ജീവിച്ചിരിക്കുമ്പോൾ നോക്കാത്ത മക്കൾ മരിച്ചാ ചെയ്യോ? അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നല്ലവരാക്കണേ അല്ലാ.
ദുനിയാവിൽ കുറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അള്ളാഹു തന്നതെന്താണോ അതുകൊണ്ട് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അള്ളാഹു തന്നതെന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ വീണ്ടും 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 അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു വലിയ മുതലാളി വന്നിട്ട് 1000 ദിർഹം കൊടുക്കുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഫക്കീറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാറില്ല. തീർന്നു. നമ്മളെ പള്ളിയിലെ മൊയിലാരങ്ങാണ് അങ്ങനെ പറഞ്ഞാല് സായദി ഉസ്താദ് പിന്നെ കേരളത്തിൽ ഒരു പള്ളിയിലും ജോലി ചെയ്യൂല. ഇവിടുത്തെ കടുക്കോട്ടത്തെ ഏറ്റവും വലിയ മുതലാളി വന്നിട്ട് ഉസ്താദിന് ഒരു 10,000 കൊടുക്കണം. സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ ഒരു പക്ഷേ കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ കടുക്കോടുകാരെ മോശമൊന്നല്ല. അങ്ങനെ മുസ്ലിയാക്കന്മാർക്ക് ആരും ഇപ്പം അങ്ങനെ പൈസ കൊടുക്കലൊന്നുമില്ല. ഒരു മജ്മയുടെ അത്തറുണ്ട്, ഒരു ടയർ ഫാം ഉണ്ട്. എന്ന് തുടങ്ങിയതാ 72 തുടങ്ങിയതാ. കൊടുത്തു മുസ്ലിയാക്കന്മാരെ അലമാര മൊത്തം ഈ മജ്മയുടെ അത്തറും ടയർ ഫാമാണ്. അത് തന്നെ ഉള്ളൂ. ഈ ഉസ്താദിനെ കൊണ്ട് കൊടുത്ത് 10,000. ഉസ്താദ് ഭയങ്കര സൂഫിയായിട്ട് പറഞ്ഞു, ഞാൻ ഫക്കീറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങൂല. പള്ളിക്ക് ഇന്റർലോക്ക് ഇട്ടത് ഞാനാടാ, മറ്റേതാടാ, ആദ്യത്തെ കുത്തുമ്പോ എന്റെ വാപ്പാടാന്ന് പറഞ്ഞ ആകെ വെള്ളം ഉണ്ടാക്കും. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിന് ഒന്നുമില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം എന്താ, രാജകൊട്ടാരം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയവരാണ്. അദ്ദേഹം പറഞ്ഞു ഫക്കീറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങൂല. അദ്ദേഹം ചോദിച്ചു, ഞാൻ ഫക്കീറല്ല, ഞാൻ ഇവിടുത്തെ കോടീശ്വരനല്ലേ, നിങ്ങൾക്ക് ഇനി പണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, അതാണ് ഫക്കീർ. ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ പേര് ഫക്കീർ എന്നാണ്. ഇനിയും വേണമെന്ന് കൊതിക്കുന്നവന്റെ പേര് ഫക്കീർ എന്നാണ്. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് നീ ഫക്കീറാണ്, നീ ദരിദ്രനാണ്, നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പണം വേണ്ട എന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പരസ്യമായവനെ പുച്ഛിച്ചിട്ട് നടന്നുപോയി. ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കുറച്ച് ആടുകൾ ഉണ്ടായിരുന്നു. ആടുകളെ കൊണ്ട് ഇങ്ങനെ വനാന്തരത്തിലൂടെ മേയ്ക്കാൻ പോകുമായിരുന്നു. ആ സമയത്ത് കൂടെയുള്ളവർ പറയുകയാണ്, ഉഖബാ, മദീന എത്ര സുന്ദരമാണ്, അവിടെ അഹ്ലു സുഫയുണ്ട്, സ്വഹാബത്തിരുന്ന് ഇൽമു പഠിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് മാണിക്യമുത്തു പഠിപ്പിച്ചു കൊടുക്കുന്നത്, എത്ര വിജ്ഞാനമാണ്, എത്ര വിപ്ലവകരമായ ദഅവത്താണ് ഇവിടെ നടക്കുന്നത്, നമുക്ക് ഈ പണമുണ്ടാക്കിയിട്ട് ഇങ്ങനെ ജീവിച്ചാ മതിയോ? റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഒരു ദിവസം ഞാൻ പോയി പഠിക്കാം, ഞാൻ പോയി വരുമ്പോ നിനക്ക് പോകാം, നീ പോയി വരുമ്പോ എനിക്ക് പോകാം, അങ്ങനെ മാറി മാറി നമുക്ക് ആടുകളെ മേച്ച് ജീവിക്കാമെന്ന് ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ സമ്മതിക്കുകയാണ്. മദീനത്ത് ചെന്നിരുന്നു പഠിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ആള് പറയുകയാണ്, വരാനുള്ള സമയവും കഴിഞ്ഞിട്ട് നീ എന്തേ വരാത്തത്? ഉഖബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഇൽമിന്റെ സദസ്സ്, ആരംഭപ്പൂവിന്റെ വചനാമൃതം, എത്ര സുന്ദരമായ അക്ഷരമുത്തുകളാണ് ഹൃദയത്തെ വാരി പുണരുന്നത്, അവിടെ എഴുന്നേക്കാൻ തോന്നുന്നില്ല. ഉഖബ റളിയല്ലാഹു അൻഹു തന്റെ ബിസിനസ് സാമ്രാജ്യത്തെ മുഴുവനും അവസാനിപ്പിക്കുകയാണ്. ഒരറ്റാടുകൊണ്ട് ഉഖബ റളിയല്ലാഹു അൻഹു ജീവിക്കുകയാണ്. ദുന്യവിയായ മോഹങ്ങൾ അവസാനിക്കുകയാണ്. ആരായി മാറി എന്റെ പ്രിയപ്പെട്ടവരെ?